എന്ത് ചെയ്യും പൊന്നെ? ഞാൻ പോയാ നീ കരയോ വിഷമിക്കുകയോ ഒക്കെ ചെയ്യുവോ? ആ, ഒരു നമ്പർ 1 ഐഡിയ കിട്ടി. അത് ഉപയോഗിക്കാം. ഉം? ഒന്ന് പതുക്കെ. ഓ, ഓ, ഒന്ന് പതുക്കെ തടവടി. എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചെന്നെ കൊല്ലാൻ നോക്കുകയാണോ? പെടലിക്ക് നല്ല വേദന ഉണ്ടല്ലേ? ഓ, പിന്നെ വേദന ഇല്ലാതെ ഞാൻ ഇങ്ങനെ നടന്ന് കരയോ? അമ്മേ, ഓ, പതുക്കെ. ഓ, ആ, അമ്മേ, ഓ, അയ്യോ, ആ, ആ, ഓ. ആ ഗുണ്ടകളെ മുഴുവൻ കോഴിക്കച്ചവടക്കാരായിരിക്കും. അതാ ആദ്യം പെടലി പിടിച്ച് തിരിച്ചോടിച്ചത്. എന്തായാലും മർമ്മം അറിയാന്നുള്ളവരായിരിക്കും. ഓ, മർമ്മത്ത് നോക്കിയാ താങ്ങിയിരിക്കുന്നെ. ഞാനിത്തിരി വെള്ളം ചൂടായിക്കൊണ്ട് വരാം. എന്തായാലും അവശ നിലയിലുള്ള ഈ കിടപ്പ് കാണാൻ നല്ല രസാ. ദേ നിന്നെ. ആ, ആ, അയ്യോ. മതിയടി കളിയാക്കിയത്. ഞാൻ കളിയാക്കാനൊന്നും വന്നതല്ല, നിങ്ങളോട് മറ്റൊരു കാര്യം പറയാൻ വന്നതാ. എന്തോന്ന് കാര്യം? എന്നോട് നീ ഒരു കാര്യവും പറയണ്ട, പോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുന്ന കാര്യമാ. നിങ്ങളത് ശരിയാക്കി തരണം. ഞാനും എന്റെ ഹസ്ബൻഡ് ശ്രീമാൻ കാർത്തിക് ACPയും കുഞ്ഞും കൂടി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരണം. നിങ്ങളത് ACPയോട് പറയണം. പിന്നെ ചുറ്റിക്കറങ്ങാൻ കല്യാണം കഴിഞ്ഞാ ഇതൊക്കെ സ്വാഭാവികല്ലേ അമ്മായി? അതിനെവിടെ കല്യാണം നടന്നത്? ഇവിടെ ഒരു അടിമ കച്ചവടം നടന്നു. നിന്നെ പിടിച്ച് എന്റെ മകൻ അവന്റെ അടിമയാക്കി. കൊള്ളാമല്ലോ നിങ്ങളുടെ മനോഹരമായ ഭാവന. അടിമ. അങ്ങനെ എന്റെ മകനെ നിന്റെ താളത്തിന് തുള്ളിക്കാന്നൊന്നും നീ വിചാരിക്കണ്ട. ദേ, എന്റെ പെടതിക്ക് മുകളിൽ തലയുണ്ടെങ്കിലേ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല. ആ, നിങ്ങളുടെ പെടല് ഏറെക്കുറെ ഡാമേജ് ആയല്ലോ. ഇനി കൂടുതൽ കളിച്ചാലേ തല കൂടി അങ്ങ് ഇല്ലാതാവും. നിർത്തടി. ഓ, അപ്പോ ഞാനും എന്റെ ഭർത്താവും കൂടി ചുറ്റിക്കറങ്ങാൻ നിങ്ങൾ സമ്മതിക്കില്ല? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എങ്കി പിന്നെ എനിക്ക് ആ ഒറ്റകൈ പ്രയോഗം നടത്താതിരിക്കാൻ പറ്റില്ല. അതിത്തിരി കടുത്ത പ്രയോഗമാ. എന്തോന്ന് പ്രയോഗം? ആ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാം. ഇതിന്റെ ഒരു കോപ്പി ഹോം മിനിസ്റ്റർക്കും മനുഷ്യാവകാശ കമ്മീഷനും പിന്നെ പോലീസ് മേധാവികൾക്കും അയച്ചു കൊടുക്കാം. നീ എന്തോ നീ കിടന്ന് ചെലക്കുന്നേ? ഏത് വീഡിയോ? നിങ്ങൾ എന്റെ അമ്മയോടും മുത്തശ്ശിയോടും സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോ. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. മീനാക്ഷിയെ കെട്ടിയതിന് എന്റെ മകന് സ്ത്രീധനം തന്നേ പറ്റൂ. എന്റെ മകൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ACPയാ. അവന് ചെറിയ സ്ത്രീധനം കിട്ടിയാലൊന്നും പോരാ. അവനെ കോടികൾ സ്ത്രീധനം കിട്ടും, ന്യായമായി വിവാഹം നടന്നിരുന്നുവെങ്കിൽ. ഇതിപ്പോ അവളുടെ അനുവാദമില്ലാതെ അവൻ ബലമായി പിടിച്ചവളെ താലി കെട്ടിയതല്ലേ. എന്ന് വെച്ച് സ്ത്രീധനം കുറയ്ക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. സ്ത്രീധനം തരാൻ സൗകര്യം ഇല്ലെങ്കിലോ? സ്ത്രീധനം തന്നില്ലെങ്കിലേ കെട്ടിയ പെണ്ണിന്റെ കഴുത്തേന്ന് ആ താലിമാല വലിച്ചു പൊട്ടിച്ച് അവരുടെ കർണക്കുറ്റി നോക്കി 2 പൊട്ടീരും പൊട്ടിച്ചിട്ട് പറഞ്ഞു വിടും അങ്ങോട്ട്. അതെ, ഈ വീഡിയോ കാണിച്ച് നീ എന്നെ വരട്ടൊന്നും വേണ്ട. നീ എനിക്കിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്ന് പോടി. ചെയ്യുന്ന എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. പോയി പണി നോക്ക്. അവളുടെ ഒരു വീഡിയോ. സ്ത്രീധനം ചോദിച്ചാ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് ഞാൻ ഇപ്പൊ നെറ്റിൽ നോക്കി പറഞ്ഞുതരാം.
സ്ത്രീധനം ചോദിച്ച ഏറ്റവും കുറഞ്ഞ ശിക്ഷ 5 വർഷം കഠിന തടവ. കൂടാതെ 15,000 രൂപ പിഴയും. വാങ്ങിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിലാണ് പിഴ ഈടാക്കുന്നത്. കൂടാതെ വാങ്ങിച്ച സ്ത്രീധനം തിരിച്ചു കൊടുക്കുകയും വേണം. ഞാൻ പറഞ്ഞത് നുണയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതാ ഇത് വായിച്ചു നോക്ക്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. ഇങ്ങനൊരു ക്രൈം ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ മകന്റെ ജോലി നഷ്ടപ്പെടും. അത് മാത്രമല്ല, അമ്മയ്ക്കും മകനും കൂടി നേരെ ജയിലിലേക്ക് പോവാൻ ചെയ്യാം. അല്ല, ജയിലിലിപ്പോ പൊറോട്ടയും മട്ടനും ഒക്കെ ആണെന്നാ കേട്ടത്. അമ്മയ്ക്കും മകനും അതൊക്കെ ഇഷ്ടാണല്ലോ. നിനക്കിപ്പോ എന്തോന്നാ വേണ്ടത്? കാർത്തി നിന്നെയും കുഞ്ഞിനെയും കൊണ്ടൊന്ന് ചുറ്റാൻ പോണം, അത്രയല്ലേ വേണ്ടു? അത് ഞാൻ ഏറ്റു. അങ്ങനെ വഴിക്ക് വാ. ഈശ്വര, ഏത് നേരത്താണോ? ഇതിനകത്ത് എപ്പോഴും മനസമാധാനക്കേട് തന്നെയാ. എങ്കിലും ചോദിക്കുക, പുതിയ മനസമാധാനമില്ലായ്മ വല്ലതും വന്നിട്ടുണ്ടോ? ഒന്നുമില്ലമ്മ. ചില കാര്യങ്ങള് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വയ്ക്കണം. എന്നാലേ ഈ വീട്ടിനകത്ത് രക്ഷയുള്ളൂ. മോളെ, ഞാൻ അക്കാര്യം ചോദിക്കാനാ ഇങ്ങോട്ട് വന്നത്. എന്താ അമ്മ? ആ മന്ദാകിനിക്കാർക്ക് സാരികൾ കൊടുക്കേണ്ടതല്ലേ? കൊടുക്കണം. ആ കരാറ് നമ്മൾ ഏറ്റെടുത്തല്ലേ? അത് കൊടുക്കണമെങ്കിൽ സാരികൾ നെയ്യാനും മ്യൂറൽ പെയിന്റിങ് ചെയ്യാനും ഉപകരണങ്ങൾ വേണ്ടേ? അതൊന്നും ഇനിയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ. അക്കാര്യത്തിലൊന്നും അമ്മ ടെൻഷനാവണ്ട. അതല്ല മോളെ, ഇനി സമയം വൈകിയാല് കാര്യങ്ങൾ കൈവിട്ടു പോവും. വിഷമിക്കണ്ട അമ്മ. ഇന്ന് രാത്രി തന്നെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടും. എങ്ങനെ കിട്ടുമെന്നാ നീ പറയുന്നേ? അതൊക്കെ മീനാക്ഷി ഏറ്റിട്ടുണ്ട്. അവളൊരു കാര്യം ഏറ്റാലേ നമുക്ക് വിശ്വസിക്കാം. അത് നടപ്പാക്കി തരിക തന്നെ ചെയ്യും. ഉറപ്പ്. ഇതൊന്നും എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ പരിക്ക് പറ്റി കിടക്കാണെന്ന് അമ്മ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? പരിക്കെന്ന് പറഞ്ഞ ചില്ലറ പരിക്കൊന്നുമല്ല. ഗുണ്ടകൾ എടുത്ത് എയറിലിട്ട് വോളിബോൾ അടിക്കുന്ന പോലെ അടിച്ചത്. നല്ലെല്ലാം ഒടിഞ്ഞ് പൊടിയായി കാണും. നീ ഇപ്പൊ എന്റെ അമ്മയെ പരിഹസിച്ച്. ആ അമ്മ പറഞ്ഞിട്ടാ നിന്നെ ഞാനിപ്പോ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നത്. ആ സ്നേഹഭാജനമായി മൈഥിലി കൊണ്ടുപോയിരുന്നല്ലോ, നെറ്റിപ്പട്ടം കെട്ടി ആനയെ കൊണ്ടുപോകുന്ന പോലെ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എനിക്ക് കൈയൊന്നും വേണ്ട ACP. ആ കൈ ACPക്ക് തന്നെ ഇരിക്കട്ടെ, ആവശ്യം വരും. ഞാൻ കാറ് കിടക്കുന്നിടത്തുണ്ടാവും. നീ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ആരാ? മീനാക്ഷിയോ? ഫോൺ എടുക്ക. മീനാക്ഷി. രാഗേന്ദു, ഞാനും ACPയും കുഞ്ഞും കൂടി പുറത്തേക്കൊന്ന് ചുറ്റാൻ പോവാ. വെരി ഗുഡ്. നിങ്ങൾ
പോയി കറങ്ങി അടിച്ചിട്ട് വാ. എല്ലാവിധ ആശംസകളും. അതല്ല രാഗേന്ദു, ഞാൻ പുറത്തേക്ക് പോകുന്നത് തന്നെ നിങ്ങളോടൊപ്പം ആ മണിയമ്മയുടെ വീട്ടിലേക്ക് വരാനാ. അതെങ്ങനെയാ? നീ നിന്റെ ഭർത്താവിനൊപ്പം കറങ്ങുന്നതിന്റെ ഇടയില് ഞങ്ങളുടെ കൂടെ എങ്ങനെ വരാനാ? അതിനൊക്കെ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വരും. എന്നെയും കൊണ്ടേ നിങ്ങൾ പോവാവൂ. അതെ, ഈ കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ACP എന്തെങ്കിലും മസിൽ പിടിച്ച് നിൽക്കുന്നേ? ഇങ്ങനെ ലോറിയുടെ മുമ്പിൽ പെട്ട തവളെ പോലെ വീർത്ത് കെട്ടി നിക്കല്ലേ. നരമ്പൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. മതിയടി കളിയാക്കിയത്. ഞാൻ കളിയാക്കിയതൊന്നും അല്ല. ചെമ്പകമംഗലം ഒന്ന് പുകയുന്ന കൊട്ടാരത്തിന്ന് ഒന്ന് പുറത്തിറങ്ങിയത് അല്പം ശുദ്ധവായു ശ്വസിക്കാനും മനസ്സൊന്ന് ഫ്രഷ് ആവാനുമാ. ഇവിടെ വന്നിട്ടും നിങ്ങൾ ഇങ്ങനെ പിരിമുറുക്കി നിൽക്കുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാടി. നിന്റെ കൈ കോർത്ത് പിടിച്ച് ഓടിച്ചാടി ഈ മരം ചുറ്റി ലവ് ഡാൻസ് കളിക്കാം. പിന്നെ ലവ് ഡാൻസ് കളിക്കാൻ പറ്റിയൊരു മുതല്. എല്ലാം കൊണ്ട് ഞാൻ തൃപ്തിയില്ല. ഐ എം വെരി ഹാപ്പി. ഇങ്ങനൊരു വൺ വേ ട്രാഫിക് ലവ് ആയി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ആ മൈഥിലിയോടുള്ള പ്രേമം അവക്കാണെങ്കിൽ ഇങ്ങനെ കണ്ണെടുത്താ കണ്ടൂടാ. നോക്കും സർ, ഞാൻ ഡ്യൂട്ടിയിലല്ല. എന്താ പേര്? മഹാദേവൻ. സാറിനെയും മിസ്സിസിനെയും കണ്ടാലേ മെയ്ഡ് ഫോർ ഈച്ച് അതറാ. താങ്ക് യു സർ. സാറും മിസ്സസും. അയാൾക്കറിയോ എന്നെ ഈ രാവണൻ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണെന്ന്? ഒരുമാതിരി ഒറ്റയാൾ കല്യാണം. ദാ ഈ കുഞ്ഞിനൊന്ന് പിടിച്ചേ. പിടിക്കേ. ദാ ഒപ്പം വരാൻ ഇഷ്ടമില്ലാത്തവരെ കൂടെ വരരുത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ കുഞ്ഞുമായി പാർക്കിൽ ഓടുകയോ ചാടുകയോ തലകുത്തി മറിയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എനിക്ക് ഈ ബോറിംഗ് പറ്റില്ല. ഞാൻ എന്റെ പാട്ടിന് പോവാ. നിൽക്കില്ല ഞാൻ. പിന്നെ നിങ്ങളുടെ ആജ്ഞ അനുസരിക്കാനേ ഞാൻ നിങ്ങളുടെ ഡോഗല്ല. ഇങ്ങേരുമായിട്ടൊരു വഴക്കുണ്ടാക്കാൻ ഒരവസരം കാതെ നിൽക്കുമായിരുന്നു ഞാൻ. നൈസായിട്ട് മുങ്ങാം. മീനാക്ഷി നിൽക്കാൻ. ഹലോ മീനാക്ഷി. നിങ്ങളിപ്പോ എവിടെ എത്തി? SS ജംഗ്ഷനിലെത്തി. എന്നാ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. ഒത്തിരി നന്ദിയുണ്ടമ്മേ. ഇത്രയും പെട്ടെന്ന് അമ്മ ഇതുണ്ടാക്കി തരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഇതെന്റെ തൊഴിലല്ലേ മോളെ. ഏറ്റെടുക്കുന്ന തൊഴില് കൃത്യമായും ഉത്തരവാദിത്വത്തോടെയും ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ട്. അതെടുക്ക. ഇത് അഡ്വാൻസ് കഴിച്ച് ബാക്കിയുള്ള ക്യാഷാ. എണ്ണി നോക്കിക്കോ. ഓ, എന്തെണ്ണി നോക്കാൻ? മോൾ എണ്ണിയതല്ലേ, അതൊക്കെ മതി. അപ്പോ ഞങ്ങൾ പോയിക്കോട്ടെ അമ്മ. ശരി ശരി. പക്ഷേ ഇനി ഇതുവഴിയൊക്കെ വരണം കേട്ടോ മോളെ. പിന്നെ തീർച്ചയായിട്ടും വരും. അമ്മേ, മോളെ പരിചയപ്പെട്ടില്ലല്ലോ. മോളെവിടെ? മോളകത്തുണ്ട്, ഞാൻ വിളിക്കാം. മോളെ
മീനാക്ഷി, മോളെ മോളെ ഇങ്ങോട്ടിറങ്ങി വാ. ഈശ്വര, അമ്മ എന്നെ പിടിച്ച് ഇവൾക്ക് കൊടുക്കുവോ? അവള് ഉറക്കമായിരിക്കും. ഇനി വരുമ്പോ അവളെ കാണാം. ഇതാണ് അമ്മയുടെ മകൾ. എതിർപ്പ് ഇവളുടെ ഡാഡിക്കും മമ്മിക്കുമായിരുന്നു. അവർ വലിയ ജന്മികളും ബിസിനസ്സുകാരും കോടീശ്വരന്മാരും ഒക്കെ. ഒരു കാരണവശാലും ഇവളെ എനിക്ക് കെട്ടിച്ചു തരാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിലേ കുറെ നാളത്തേക്ക് മോൻ പുറത്തൊന്നും കൂടുതൽ കറങ്ങി നടക്കണ്ട. അതെന്താ? ഈ കുട്ടിയുടെ ബന്ധുക്കള് മോനെ കയ്യിൽ കിട്ടിയാലേ ചിലപ്പോ വച്ചേക്കത്തില്ല. ഇതാണോ മകൾ? ഏയ്, ഇതല്ല. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ അമ്മ. ശരി മകളെ. വാ. ദൈവമേ, രക്ഷപ്പെട്ടു. ഓ, ഇതെന്താ നീ തനിച്ചു വന്നത്? അവളവിടെ പോയി ആ മീനാക്ഷി? അപ്പോ അവൾ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല, അവൾ ഒരു പോക്ക് പോയാ? അവളൊരു പാർക്കിൽ വെച്ച് എന്നോട് പിണങ്ങി ഇങ്ങോട്ട് പോന്നു. അയ്യോ, ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. നല്ല കാര്യം, എവിടേക്കെങ്കിലും പോട്ടെ, നാശം. അവള് പോയാലേ എന്റെ കുഞ്ഞിന്റെ കാര്യം ആര് നോക്കും? കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കും. സ്വന്തം മകനായ എന്റെ കാര്യം നോക്കാതെ എന്നെ മറ്റൊരു സ്ത്രീയെ ഏൽപ്പിച്ച അമ്മ ഈ പറയുന്നത്. കുഞ്ഞിന്റെ കാര്യം നോക്കുമെന്ന്. അല്ല, അമ്മ നടക്കുന്ന കാര്യം വല്ലതും പറയ. എടാ, നിന്നെ അനുസരിക്കാത്ത, നിന്നോട് പ്രതികാരവുമായിട്ട് നടക്കുന്ന ഒരു പെണ്ണ അവള്. അവൾ അവളുടെ പാട്ടിന് പോട്ടടാ. അവളെ അങ്ങനെ വിടാൻ ഞാൻ തയ്യാറല്ലെങ്കിലും അവളെ എനിക്ക് വേണം. എന്റെ ജീവിതം തകർത്തതിൽ അവൾക്ക് നല്ലൊരു പങ്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവളോട് ഞാൻ തീർക്കുന്ന എന്റെ പ്രതികാരമാ എന്റെ ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത്. അവൾ എന്റെ കുഞ്ഞിനെ വളർത്തും, ഇല്ലാതെ ഞാൻ അവളെ വിടില്ല. എന്നെ ധിക്കരിച്ച് നീ എവിടെ പോരുന്നടി? ധിക്കരിച്ച് പോകുന്നതിന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാ. കൂടെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒന്ന് സ്നേഹത്തോടെ നോക്ക പോലും ചെയ്യാത്ത നിങ്ങളുടെ കൂടെ നിൽക്കണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അതാ ഞാൻ മറ്റൊരു കാര്യത്തിന് പോയത്. എന്റെ കൂടെ വന്നിട്ട് മറ്റൊരു കാര്യത്തിന് വേണ്ടി പോയെന്നോ? എന്ത് കാര്യമടി നിനക്ക് വേറെ ഉള്ളത്? എനിക്കൊരു വക്കീലിനെ കാണുമായിരുന്നു, അതിനാ പോയത്. വക്കീലിനെയോ? എന്താ, നിന്റെ പേരിൽ ആരെങ്കിലും ക്രിമിനൽ കേസ് കൊടുത്തിട്ടുണ്ടോ? എന്റെ പേരിൽ ആരും ക്രിമിനൽ കേസ് കൊടുത്തിട്ടില്ല.
ഞാൻ ചിലരുടെ പേരിൽ ക്രിമിനൽ കേസ് കൊടുക്കാനാ പോയത്. അതാരാ ഈ ചിലര്? ഇവിടുള്ള ആരെങ്കിലും ആണോ? അതെ, ഞാൻ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പോയത് നിങ്ങൾ അമ്മയുടെയും മകന്റെയും പേരില. അല്ല, എന്തു പറഞ്ഞടി? കോപിക്കാതെ മാഷെ. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ കേസ് കൊടുക്കേണ്ട കാര്യം എന്താ?